ഇന്ന് ഉപരാഷ്ട്രപതിയാകുന്ന ശ്രീ വെങ്കയ്യ നായിഡു സെക്കുലർ ആവരണമിട്ട് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നതും ഗിരിരാജ് സിംഗ് പോലെയുള്ള BJPയുടെ മിനിസ്റ്റർ കുറച്ച് കടുപ്പത്തിൽ മാസ് സ്റ്റെറിലൈസേഷൻ വേണമെന്ന് പറയുന്നതും സാധ്വി പ്രാച്ചി പോലുള്ളവർ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്നതിൻ്റെ പിന്നിലും അടക്കം എല്ലാം ഒരൊറ്റ റീസണാണ്. അതിൻ്റെ ബേസിക് റീസൺ ഹിന്ദു ജനസംഖ്യ കുറയുന്നതും മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ള ചിന്തയാണ്. ഇതാണ് അതിൻ്റെ കോർ. അതിനെ പല രീതിയിൽ പല ഭംഗിയിൽ ആൾക്കാർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഗൗരവമായ വിഷയം മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ളതല്ല, പക്ഷേ ഹിന്ദു ജനസംഖ്യയുടെ അനുപാതം കുറയുന്നു എന്നുള്ളതാണ്. തീരസായ ഒരു കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതും ഒരു DGPയുടെയാണ്, ക്രിസ്ത്യാനിയായ DGP സിബി മാത്യൂസ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീസീസ് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചാണ്. മലയാളി ഇങ്ങനെ മരിക്കണമോ എന്ന രീതിയിൽ DC ബുക്സ് പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നു കേരളത്തിലെ 50% വരുന്ന ഭൂരിപക്ഷ സമുദായത്തിലാണ്. ശരിക്കും 54 എന്നൊക്കെ പറയുന്ന ഈ പരിവർത്തിതരുടെ കണക്കൊക്കെ പലപ്പോഴും വരാറില്ല. 50% വരുന്ന ഹിന്ദു സമൂഹത്തിലാണ് 80% ആത്മഹത്യകൾ, 83.7% മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പ്രശ്നങ്ങൾ, 90% കുടുംബ ഛിദ്രങ്ങൾ, ഡിവോഴ്സുകളും തകർച്ചകളും ഉണ്ടാകുന്ന ഇവിടെയാണ്. ഇതുകൊണ്ട് ഫെർട്ടിലിറ്റി റീപ്ലേസ്മെന്റ് റേറ്റ് ആയ 2.1 എത്തുന്നില്ല. 50% താഴെയിലേക്ക് ഹിന്ദു സമൂഹം പോകുന്നുള്ള സത്യമാണ്. ഈ കൊളാപ്സിനെ അഡ്രസ് ചെയ്യാതെ ആ കൊളാപ്സ് എന്തോ മഹത്വമാണ്. അവിടെയാണ് ബർത്ത് റേറ്റ് 2.1 to 2.2.3% വേണ്ടേ? എന്നോട് ചില നോർത്ത് ഇന്ത്യക്കാരെ പറഞ്ഞിട്ടുണ്ട് 2021 മുസ്ലിം മലപ്പുറം വേറൊരു സംസ്ഥാനവും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണ്. കാര്യം അവർ 2021 പറയുന്ന 1921 കലാപം ഓർപ്പിക്കാനാണ്. പക്ഷേ ഈ ഇതാണ് എന്റെ സത്യം. ഞാൻ ബ്ലണ്ടായിട്ട് പറയുകയാണ്, മലപ്പുറം വേറൊരു സംസ്ഥാനമായിട്ട് രൂപപ്പെടും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മലപ്പുറത്തെ അറിയില്ല, വേറൊരു രാജ്യം ആദ്യ സംസ്ഥാനം ഡിമാൻഡ് ചെയ്യും. അതായത് EMS ഡിസ്ട്രിക്ട് എന്ന് വെച്ച് കൊടുത്തു, വേറൊരു സംസ്ഥാനവും രാജ്യവും. പിന്നെ നമ്മളിങ്ങനെ യുദ്ധകാലത്തിൽ നിൽക്കുമ്പോൾ പണ്ട് അക്ഷൗണിമാരി അറിയാലോ, 9 അക്ഷൗണി അപ്പുറത്ത് ഇപ്പുറത്തെ വശത്ത് ഞങ്ങളുടെ അടുത്ത് 11 അക്ഷൗണി. അപ്പോൾ മുസ്ലിമുകൾ 11 അക്ഷൗണി, ഞങ്ങൾ 9 അക്ഷൗണി. യുദ്ധരംഗമല്ലല്ലോ, ഇതൊരു യുദ്ധക്കളമല്ല. പ്രത്യേകിച്ച് കേരളം ഈ ഹിന്ദു മുസ്ലിം ഹൈഫനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് എന്റെ ഇഷ്യൂ. ഏതെങ്കിലും രീതിയിൽ മുസ്ലിമിനെ കുറ്റം പറയുന്നത് ഇപ്പുറത്ത് ഹിന്ദുക്കളെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാ. മറിച്ച് ഹിന്ദു സമൂഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്നോടൊരു CPI നേതാവ് ചോദിച്ചു, നിങ്ങളുടെ ആത്മഹത്യ കൂടുതൽ ഉണ്ടാകുന്നത് ISIS കൂടാതെ നടത്തിയിട്ടാണോ? ഞാൻ പറഞ്ഞ അല്ല, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞങ്ങളുടെ ഇടയിൽ ഒരു നറേറ്റീവോ കാര്യങ്ങളോ ഇല്ല. അതായത് മുസ്ലിം സമൂഹം ഒത്തുകൂടുന്ന വെള്ളിയാഴ്ചയിലാണ്, ക്രിസ്ത്യൻ സമൂഹം ഒത്തുകൂടുന്നത് ഞായറാഴ്ചയാണ്. അവർക്ക് വിവാഹപൂർവ്വ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ട്. ഹിന്ദുക്കൾ ഒത്തുകൂടുന്നത് വല്ലപ്പോഴും അന്നദാനത്തിന് വേണ്ടി മാത്രമാണ്. അതും വീട്ടിൽ ആഹാരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു പോവാ. അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ നിന്ന് പൂജാരി ഇങ്ങനെ അങ്ങ് ഇവിടത്തെ പൂജാരിമാര് കഴിയുന്നത്ര ആൾക്കാരെ അകറ്റി നിർത്തുകയും തങ്ങൾ ദിവ്യന്മാരാണെന്ന് ഇൻഡയറക്ട്ലി സ്ഥാപിക്കുകയും ചെയ്തു. നോക്കി റിസർവേഷൻ പറഞ്ഞ അടികൂടും, ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ അടികൂടും. പകരം മുസ്ലിം അപരത്വം ഉണ്ടാക്കി ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി ലോകാസമസ്ത സൂന പോകുന്നു എന്നൊക്കെ പറയും. അപ്പുറത്തിരിക്കുന്ന ബീഫ് കഴിച്ച അവസാനം പോകാനും പറയും. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഞാനൊരു മതേതരനാണെന്ന് വിചാരിക്കരുത്. ഈ ഇൻസെക്യൂരിറ്റി അവർ വർക്ക് ചെയ്യാണ്. ഇനിയും ഒരു കാര്യം കൂടെ, ഞാനതാ എനിക്ക് താല്പര്യമുള്ള, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്, ഉപരാഷ്ട്രപതിയാകാൻ പോകുന്ന വെങ്കയ്യ നായിഡുജി വളരെ വളഞ്ഞു കിട്ടി യൂണിഫോം സിവിൽ കോഡ് വേണം, ഷിഗ്നാപൂരിൽ പ്രോഗ്രസ് സംഭവിച്ചു, ഹാജി അലിയിൽ മാറ്റണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. വളരെ വളഞ്ഞു കെട്ടി ഇത് മതേതരത്വമാണ്, പുരോഗമനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഇത് തന്നെയാണ്. അതാണ്, അത് മുസ്ലിം സമൂഹത്തിന് അറിയാം. ഇവിടെയാണ് മോഡറേഷൻ ആവശ്യമാണ്. ഈ ഹിന്ദു സമുദായത്തിൽ ഈ ഭീതി വളരാനുള്ള ചരിത്രപരമായ ഒരു കാര്യമുണ്ട്. വിഭജന കാലത്ത് ജിന്നയും കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ ദളിത് SC/ST വിഭാഗങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് ഏകദേശം അഖണ്ഡ ഭാരതത്തിൽ. ഇവരുടെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഈ ഭീതി വന്നത്. നമ്മൾ പാർട്ടീഷനെ ഫേസ് ചെയ്തിട്ടില്ല, കാരണം കേരളം പാർട്ടീഷൻ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ബംഗാളിനെ പറ്റി ചിന്തിച്ച് നോക്കൂ, പഞ്ചാബിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുക. വളരെ വിദഗ്ധമായി നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചപ്പം പോപ്പുലേഷൻ ഒരു ഇഷ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നു. പോപ്പുലേഷൻ ഈസ് എ ലയബിലിറ്റി. ഇന്ന് സ്ലോലി ആണെങ്കിലും നരേന്ദ്രമോദി അടക്കമുള്ളവർ നെറേറ്റീവ് കുറച്ചെങ്കിലും ചേഞ്ച് ചെയ്ത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് പോപ്പുലേഷൻ ഏറ്റവും വലിയ ലയബിലിറ്റിയും പ്രശ്നവുമാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന് വിഭിന്നമായി ഇന്ന് നമ്മൾ നെറേറ്റീവ് ഉണ്ടാക്കുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഇന്ത്യ ഈസ് ദ യങ്ങസ്റ്റ് നേഷൻ, ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യങ് ആൾക്കുള്ളത് എന്ന നെറേറ്റീവ് സ്ലോലി ബിൽഡ് ചെയ്യാനാണ് ഹിന്ദു റൈറ്റ് വിങ് ശ്രമിക്കുന്നത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറച്ച് കുറഞ്ഞു കേരളത്തിൽ, മറ്റുള്ളവർ കുറച്ച് കൂടുകയാണ്. എന്താണ് അതിൽ ജനസംഖ്യ കുറയുന്നതല്ല മാഡം, മനുഷ്യരില്ലാതാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു വ്യക്തി മലയാളി ഉണ്ടായപ്പോഴേ ഒരു കുടുംബം ഇല്ലാതാകുന്നു. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവർക്ക് എന്താ നഷ്ടം?
ഒരു വ്യക്തി ഇല്ലാതാകുകയാണ്, അയാളുടെ അടുത്തുള്ളവർക്ക് നഷ്ടബോധം ഉണ്ടാകുകയാണ്, ഒരു കുടുംബം ഇല്ലാതാകുകയാണ്. അപ്പൊ അത് ബർത്ത് റേറ്റ് കൊണ്ടല്ല. അല്ല, ബർത്ത് റേറ്റ് അല്ല. ഞാൻ പറയുന്നത് അത് തന്നെയാണ് എന്റെ ചോദ്യം. അല്ല, ജീറിയാട്രിക് ഇഷ്യൂസ് കൂടുന്നതും ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷേ ഈ പറയുന്ന ഹോമുകൾ കൂടുതൽ ക്രിസ്ത്യൻ മേഖലകളിലാണ്. ഇത്തരം ഹോമുകൾ കൂടുതലുള്ളത് ക്രിസ്ത്യൻ മേഖലകളിലാണ്. അവർ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ ഇടയിലെ ആൾക്കാർ വഴി തള്ളിയിട്ട് പോവാ, ഗുരുവായൂർ കൊണ്ട് നടത്തിയിട്ട്. അതായത് വളരെ സിമ്പിളാണ്. അത് രാഹുൽ പറഞ്ഞെന്തറിയോ, ഞാൻ തന്ത തള്ളെന്ന് വെക്കാൻ ഞാൻ ദ്രാവിഡനെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുക, നിങ്ങൾക്ക് തെറ്റായതൊന്നും തോന്നരുത്. അപ്പോൾ തന്തയും തള്ളേനെ നോക്കാനായിട്ട് ക്രിസ്ത്യാനി ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് ആക്കും, ഹിന്ദു റോട്ടുമ്മലിടും, മുസ്ലിം കുടുംബത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കും. ഇപ്പം ജർമ്മനിയുടെ മാത്രം കാര്യം എടുക്കാം. ഞാൻ ഇംഗ്ലണ്ടിലാണ് പഠിച്ച, അവിടുത്തെ കാര്യം എടുക്കാം. ജർമ്മനിയിൽ വർഷം തോറും 8 ലക്ഷം സിറിയയിൽ അടക്കമുള്ള അഭയാർത്ഥികളെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത് മനുഷ്യാവകാശമൊക്കെ ഒരു സൈഡിലുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ പോപ്പുലേഷൻ ഡിപ്പാണെന്ന് അറിയാം. പോപ്പുലേഷൻ ഇന്നൊരു കേഴ്സോ ലയബിലിറ്റിയോ അല്ല. വെൽ നർച്ചേർഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോപ്പുലേഷൻ ഇന്നൊരു അസറ്റാണ്. നമ്മളാണ് അടുത്ത 25 വർഷം ഇന്ത്യയാണ് വേൾഡ് എംപ്ലോയ്മെന്റ് മാർക്കറ്റിനെ പവർ ചെയ്യാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റ് പോലെ